മഴക്കാലമല്ലേ, വെള്ളത്തിലൂടെ പകരുന്ന രോഗങ്ങൾക്കുള്ള സാധ്യത വളരെ കൂടുതലുള്ള സമയമാണിത്. അതുകൊണ്ട് ചില കാര്യങ്ങളിൽ അല്പം ശ്രദ്ധയാകാം. റോഡരികിൽ നിന്ന് ജ്യൂസും മറ്റും വാങ്ങി കുടിക്കുന്നത് മഴക്കാലത്ത് ഒഴിവാക്കുന്നതാണ് നല്ലത്. അന്തരീക്ഷത്തിൽ എപ്പോഴും ഈർപ്പം നിലനിൽക്കുന്നതിനാൽ ബാക്ടീരിയകൾ പെട്ടെന്ന് വളരാൻ സാധ്യതയുണ്ട്. കൂടാതെ വഴിയോരങ്ങളിൽ നിന്ന് വാങ്ങി കഴിക്കുന്ന ജ്യൂസുകളിൽ ഉപയോഗിച്ചിരിക്കുന്ന വെള്ളം ഫിൽറ്റർ ചെയ്തതാണോ അണുവിമുക്തമാക്കിയതാണോ എന്ന കാര്യത്തിലൊന്നും നമുക്ക് ഉറപ്പ് പറയാനുമാകില്ല. കോളറ, ടൈഫോയിഡ് എന്നിങ്ങനെ വെള്ളത്തിലൂടെ പകരുന്ന രോഗങ്ങൾ പിടിവിടാതിരിക്കാൻ ഫിൽറ്റർ ചെയ്തോ തിളപ്പിച്ചോ വെള്ളം കുടിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. മഴക്കാലത്ത് അമിതമായി മദ്യപിക്കുന്നത് ശരീര താപനിലയും രോഗപ്രതിരോധ ശേഷിയും കുറയാൻ കാരണമാകും. ഇങ്ങനെയുണ്ടായാൽ ചിക്കൻ ഗുനിയ, കോളറ, മലേറിയ പോലുള്ള മഴക്കാല രോഗങ്ങൾ പെട്ടെന്ന് പിടിപെടുന്നതിനുള്ള സാധ്യതയും കൂടും. മഴക്കാലത്ത് കാർബണേറ്റഡ് പാനീയങ്ങൾ കുടിക്കുന്നത് നന്നായി നിയന്ത്രിക്കുന്നതാണ് നല്ലത്. ഇവ നമ്മുടെ രോഗപ്രതിരോധ ശേഷി കുറയ്ക്കുകയും ശരീരത്തിൽ നിർജ്ജലീകരണത്തിന് കാരണമാവുകയും ചെയ്യും. ഇവയിലടങ്ങിയ അമിതമായ പഞ്ചസാര ഇൻഫ്ലമേഷനും ഇടയാക്കും. പാസ്ചറൈസ് ചെയ്യാത്ത പാൽ ഉൽപ്പന്നങ്ങൾ മഴക്കാലത്ത് കഴിക്കുന്നത് ഒഴിവാക്കണം. ഈ സമയത്ത് പാലിൽ ലിസ്റ്റീരിയ, ഈകോളി, സാൽമൊണല്ല എന്നീ ബാക്ടീരിയകൾ പെട്ടെന്ന് വളരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. കഫീൻ അടങ്ങിയ പാനീയങ്ങൾ മഴക്കാലത്ത് കഴിക്കുന്നത് ശരീരത്തിൽ ആസിഡിറ്റി ഉണ്ടാക്കുന്നതിനും ദഹനം തടസ്സപ്പെടുത്തുന്നതിനും ജലാംശം കുറയ്ക്കുന്നതിനും ഇടയാക്കും. ഇവയുടെ അളവും കുറയ്ക്കാൻ ശ്രദ്ധിക്കണം. ഹെർബൽ ടീ, ജീരകവെള്ളം എന്നിവയാണ് മഴക്കാലത്ത് ആരോഗ്യ സംരക്ഷണത്തിനായി കഴിക്കാവുന്ന മികച്ച പാനീയങ്ങൾ.